ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പുതിയൊരു ടോപ്പിക്കാണ് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിലുള്ള ഇൻലാൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളത്, ജേണൽ, ലെഡ്ജർ, അതിൻ്റെ പ്രിപ്പറേഷൻ, ട്രയൽ ബാലൻസ്, അതിൻ്റെ പ്രിപ്പറേഷൻ, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. അപ്പോൾ ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഇൻലാൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബ്രാഞ്ച് അക്കൗണ്ട്, അതോടൊപ്പം തന്നെ വാട്ട് ആർ ദ നീഡ് ഓർ ഒബ്ജക്ട്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്സ്, what are the types of branch accounts like dependent branches, independent branches, foreign branches. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ബ്രാഞ്ച് എന്നുള്ളത് നോക്കാം. എ ബ്രാഞ്ച് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓർ സബ് ഡിവിഷൻ ഓഫ് എ ലാർജ് ബിസിനസ്. അപ്പോൾ ഒരു ലാർജ് ബിസിനസ്സിൻ്റെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ സബ് ഡിവിഷനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് പറയാം. In short, a branch is a section of an enterprise geographically separated from the rest of the business controlled by a head office. അപ്പം ഒരു എൻ്റർപ്രൈസിൻ്റെ ഒരു സെക്ഷനാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അത് ജോഗ്രാഫിക്കലി സെപ്പറേറ്റഡ് ആയിരിക്കും. അതിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നും ജോഗ്രാഫിക്കലി സെപ്പറേറ്റഡ് ആയിരിക്കും ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ടോട്ടൽ കൺട്രോൾ എന്ന് പറയുന്നത് ഹെഡ് ഓഫീസിൻ്റെ കയ്യിലായിരിക്കും. അതായത് ഇപ്പോൾ ഒരു വലിയ ഓർഗനൈസേഷനാണ് എന്നുണ്ടെങ്കിൽ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. പക്ഷേ അത് ഡിഫറെൻറ്റ് പ്ലേസുകളിലായിരിക്കും ആ ബ്രാഞ്ചസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ചിലപ്പം ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലാവാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൺട്രീസിലാവാം ഓരോ ബ്രാഞ്ചസ് ഉണ്ടാവുക. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിൻ്റെ ടോട്ടൽ കൺട്രോൾ എന്ന് പറയുന്നത് അതിൻ്റെ ഹെഡ് ഓഫീസിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ. ഇൻ ദ വേർഡ്സ് ഓഫ് LC ക്രോപ്പർ, ബ്രാഞ്ച് ഈസ് നത്തിങ് ബട്ട് എ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടക്റ്റഡ് അറ്റ് എ ഡിസ്റ്റൻറ്റ് പ്ലേസ്. അപ്പം ക്രോപ്പർ എന്ന് പറയുന്ന ആളെ ഒരു ഡെഫിനിഷനാണ്. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് എ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടക്റ്റഡ് അറ്റ് എ ഡിസ്റ്റൻറ്റ് പ്ലേസ്. അപ്പോൾ ഡിസ്റ്റൻറ്റ് പ്ലേസിൽ കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീഡ് ഓർ ഒബ്ജക്ട്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്സ് ആണ്. ഈ ബ്രാഞ്ച് അക്കൗണ്ട്സിൻ്റെ നീഡ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ നീഡായിട്ട് പറയുന്നത് ടു അസർടെയിൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് ബ്രാഞ്ച്. അപ്പം ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഫിറ്റ് ഓർ ലോസ് അസർടെയിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഒന്നാമത്തെ നീഡായിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു ബ്രാഞ്ച് അക്കൗണ്ടിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടലായിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സെപ്പറേറ്റ് ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റോ ലോസോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ബ്രാഞ്ചുകൾ നമ്മൾ ഉണ്ടാകുന്നതിലൂടെ നമ്മൾ ഓരോ ബ്രാഞ്ചിനും ഓരോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. സോ അതിലൂടെ നമുക്ക് ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഫിറ്റ് എത്രയാണ്, അതുപോലെ തന്നെ ലോസ് എത്രയാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് നീഡ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ടു അസർടെയിൻ ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ഈച്ച് ബ്രാഞ്ച്. അതോടൊപ്പം തന്നെ ഓരോ ബ്രാഞ്ചിൻ്റെയും ഫൈനാൻഷ്യൽ പൊസിഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് അസർടെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഓരോ ബ്രാഞ്ചിൻ്റെയും ബാലൻസ് ഷീറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ അതിലൂടെ നമുക്ക് ആ പർട്ടിക്കുലർ ബ്രാഞ്ചിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഒബ്ജക്റ്റാണ് ടു ഹെൽപ്പ് ഇൻ കൺട്രോളിങ് ബ്രാഞ്ചസ്. അതുപോലെ തന്നെ ബ്രാഞ്ചുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലേ, എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഏത് ബ്രാഞ്ചാണ് എഫിഷ്യൻ്റ് അല്ലാത്തത്, കാരണം അതിൻ്റെ പ്രോഫിറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏത് ബ്രാഞ്ച് ഇഫക്റ്റീവാണ് അല്ല എന്നുള്ളത്. സോ അതിനനുസരിച്ച് ഈ ഒരു ഓരോ ബ്രാഞ്ചിൻ്റെയും പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് ആ ബ്രാഞ്ചിനെ
ഓരോ ബ്രാഞ്ചിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടു അസസ് ദ പ്രോഗ്രസ് ആൻഡ് പെർഫോമൻസ് ഓഫ് ഈച്ച് ബ്രാഞ്ച്. അതോടൊപ്പം തന്നെ ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഗ്രസ്സും അതുപോലെ തന്നെ അത് എത്രമാത്രം പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ദെൻ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ടു അസർട്ടൈൻ ദ റിക്വയർമെൻറ്റ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ക്യാഷ് ഫോർ ഈച്ച് ബ്രാഞ്ച്. അതോടൊപ്പം തന്നെ ഓരോ ബ്രാഞ്ചിലും എത്രമാത്രം സ്റ്റോക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം സ്റ്റോക്കിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ് ഓരോ ബ്രാഞ്ചിലുള്ളത്, അതുപോലെ തന്നെ എത്രമാത്രം ക്യാഷാണ് ഓരോ ബ്രാഞ്ചിനും ആവശ്യമുള്ളത്. സോ അത് ഓരോന്നിനെയും ആവശ്യമുള്ള ഓരോ ബ്രാഞ്ചിനും ആവശ്യമുള്ള ക്യാഷും സ്റ്റോക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഓരോ ബ്രാഞ്ചിനും എത്രമാത്രം ക്യാഷ് ആവശ്യമാണ്, അതുപോലെ തന്നെ എത്രമാത്രം സ്റ്റോക്ക് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദെൻ സിക്സ്ത് വൺ എന്ന് പറയുന്നത് ടു അസർട്ടൈൻ വെദർ ദ ബ്രാഞ്ച് ഷുഡ് ബി എക്സ്പാൻഡഡ് ഓർ ക്ലോസ്ഡ്. അതോടൊപ്പം തന്നെ കുറേ ബ്രാഞ്ചുകൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഏത് ബ്രാഞ്ച് എക്സ്പാൻഡ് ചെയ്യണം, അതുപോലെ തന്നെ ഏത് ബ്രാഞ്ച് ക്ലോസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബ്രാഞ്ച് പ്രോഫിറ്റബിൾ ആയിരിക്കണം അല്ലേ. നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബ്രാഞ്ച് ആണെങ്കിൽ മാത്രമേ നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് പ്രോഫിറ്റബിൾ ആണോ എന്നറിയണമെങ്കിൽ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ വളരെ ലോസിലുള്ളൊരു ബിസിനസ്സാണ് ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പം ഒരു ബ്രാഞ്ച് ക്ലോസ് ചെയ്യണോ അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ബ്രാഞ്ച് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ടു ഡിറ്റർമിൻ ദ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ഹെൽഡ് ബൈ ഈച്ച് ബ്രാഞ്ച് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരിയഡ്. അതുപോലെ തന്നെ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ ഓരോ ബ്രാഞ്ചും എത്രമാത്രം സ്റ്റോക്കാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്, ആ അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ എത്രമാത്രം ക്ലോസിങ് സ്റ്റോക്കാണ് ഓരോ ബ്രാഞ്ചിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദെൻ സെവൻത്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടു അസർട്ടൈൻ വെദർ ദ ബ്രാഞ്ച് ഈസ് yielding എ സാറ്റിസ്ഫാക്ടറി റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ഇറ്റ്. അപ്പം ഓരോ ബ്രാഞ്ചിലും നമ്മൾ ആ കമ്പനി ആ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ആ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിനനുസരിച്ചുള്ള റിട്ടേൺ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി റിട്ടേൺ ഓരോ ബ്രാഞ്ചിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോ ബ്രാഞ്ചിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട്, സോ ആ എമൗണ്ടിനനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ബ്രാഞ്ച് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നീഡ് എന്ന് പറയുന്നത് ടു കംപ്ലൈ ദ ഓഡിറ്റ് റിക്വയർമെൻറ്റ്സ് അണ്ടർ സെക്ഷൻ 228 ഓഫ് ദ കമ്പനീസ് ആക്ട് 1956. അതോടൊപ്പം തന്നെ നമുക്ക് കമ്പനീസ് ആക്ട് 1956 പ്രകാരമുള്ള ഓഡിറ്റ് റിക്വയർമെൻറ്റ്സ് നമുക്ക് ഇതിലൂടെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട് ഇത്തരം ബ്രാഞ്ചുകളുള്ള കമ്പനീസ് അവരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്രാഞ്ച് അക്കൗണ്ടിങ് നിർബന്ധമായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സോ അത്തരം ആ കമ്പനീസ് ആക്ടിൻ്റെ ലീഗൽ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിത്തരം ബ്രാഞ്ച് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നീഡ് ഓർ ഒബ്ജക്ട്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് 3 തരത്തിലുള്ള ബ്രാഞ്ചസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്, സെക്കൻഡ് വൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ്, തേർഡ് വൺ ഈസ് ഫോറിൻ ബ്രാഞ്ചസ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ബ്രാഞ്ചാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ദ ബ്രാഞ്ച് വിച്ച് ഡസ് നോട്ട് മെയിൻറ്റെയിൻ എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഇറ്റ്സ് ട്രാൻസാക്ഷൻ ഈസ് സെഡ് ടു ബി എ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. അപ്പോൾ ഒരു ബ്രാഞ്ച് അതിൻ്റെ കംപ്ലീറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ അത്തരം ബ്രാഞ്ചിന് നമുക്ക് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയാം. ഇറ്റ് ഹാസ് നോ പവർ ടു പർച്ചേസ് ഗുഡ്സ് ഫ്രം അതേഴ്സ്. ഇറ്റ് സെൽസ് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ദ ഹെഡ് ഓഫീസ്. അപ്പോൾ ഇതിന് ഇത്തരം ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിന് എന്ത് മാത്രമേ പറ്റുള്ളൂ, അതിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഗുഡ്സ് സെല്ല് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒരിക്കലും മറ്റുള്ള കമ്പനീസിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ ഓപ്ഷൻ ഇത്തരം ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിന് ഇല്ല എന്നുള്ളതാണ്. അപ്പം അതാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യാത്ത ബ്രാഞ്ചുകളാണ്. ഇത്
ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഗുഡ്സ് സെല്ല് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും ഇത്തരം ബ്രാഞ്ചിൻ്റെ എയിം എന്ന് പറയുന്നത്. ഒരിക്കലും മറ്റുള്ള ബിസിനസ്സിൽ നിന്ന് കമ്പനീസിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള പവർ ഇത്തരം ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ബ്രാഞ്ചുകൾ എൻറ്റയർലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഹെഡ് ഓഫീസിനെയാണ്. അത് ഹെഡ് ഓഫീസിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ ഇത്തരം ബ്രാഞ്ചസ് പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കൺട്രോൾ എന്ന് പറയുന്നത് ആ ഒരു ഹെഡ് ഓഫീസിൻ്റെ കയ്യിലായിരിക്കും എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്? അപ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് ദേ മെയിൻലി സെൽ ഗുഡ്സ് സപ്ലൈഡ് ബൈ ദ ഹെഡ് ഓഫീസ്. നമ്മൾ ആ മീനിങ്ങിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇവർ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഗുഡ്സ് സെല്ല് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും ഇവരുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ദേ സെൽ ഗുഡ്സ് ഫോർ ക്യാഷ്. ഇത്തരം ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് ഇവരുടെ ഗുഡ്സ് സെല്ല് ചെയ്യുന്ന ക്യാഷിന് മാത്രമായിട്ടായിരിക്കും ഇവർ ഗുഡ്സ് സെല്ല് ചെയ്യുക. ഇനി ക്രെഡിറ്റിന് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഹെഡ് ഓഫീസിൻ്റെ ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ക്രെഡിറ്റിന് സെല്ല് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഇവർക്ക് ക്യാഷിന് മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ, സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ക്യാഷ് കളക്റ്റഡ് എയ്തർ റെമിറ്റഡ് ഡെയിലി ടു ദ ഹെഡ് ഓഫീസ് ഓർ ഡെപ്പോസിറ്റഡ് ഇൻ ദ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഇൻ എ ലോക്കൽ ബാങ്ക്. അപ്പോൾ ഇവിടെ ഡെയിലി ഈ ഒരു ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് സെല്ല് ചെയ്യുന്ന ഗുഡ്സിൽ നിന്ന് കിട്ടുന്ന റിട്ടേണ് എമൗണ്ട് ഇവർ ഇതിൻ്റെ ഹെഡ് ഓഫീസിൽ ഡെയിലി കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഡെയിലി ഇവർക്ക് കിട്ടുന്ന കളക്ഷൻ എന്ന് പറയുന്നത് അത് ഹെഡ് ഓഫീസിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അന്നേ ദിവസം തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരിക്കലും ഇവരെ കയ്യിൽ ക്യാഷ് വെക്കാൻ പാടില്ല. കളക്ട് ചെയ്ത് കിട്ടുന്ന ഗുഡ്സ് സെല്ല് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അത് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ ഡെയിലി ഇവർ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി മറ്റൊരു ഫീച്ചർ എന്താ വെച്ചാൽ ഓൾ മേജർ എക്സ്പെൻസസ് ആർ പെയ്ഡ് ഡയറക്ട്ലി ബൈ ദ ഹെഡ് ഓഫീസ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ എല്ലാ മേജർ എക്സ്പെൻസസും എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും ഹെഡ് ഓഫീസാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അല്ലേ, എന്ത് പ്രധാനപ്പെട്ട എക്സ്പെൻസസ് ഉണ്ടെങ്കിലും ഇപ്പോൾ അത് സാലറി ആയിക്കോട്ടെ, റെൻ്റ് ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനത്തുള്ള എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും ഹെഡ് ഓഫീസാണ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവർ എന്ത് മാത്രമേ കൊടുക്കുള്ളൂ, പെറ്റി എക്സ്പെൻസ്, വളരെ സ്മോൾ എക്സ്പെൻസസ് മാത്രമേ ഇവർ കൊടുക്കാറുള്ളൂ. ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസസും ഹെഡ് ഓഫീസാണ് എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഫിഫ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ഫോർ മീറ്റിംഗ് പെറ്റി എക്സ്പെൻസസ് ദ ബ്രാഞ്ച് മാനേജർ ഈസ് ഗിവൺ ക്യാഷ്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ മേജർ എക്സ്പെൻസസും ഹെഡ് ഓഫീസ് കൊടുക്കും. അപ്പോൾ പെറ്റി എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് ഇത്തരം ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസുകളായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ഇത്തരം പെറ്റി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള എമൗണ്ട് ആ ഒരു ഹെഡ് ഓഫീസ് ഇവർക്ക് ഓരോ പീരീഡിൽ ഇവർക്ക് കൊടുക്കുമെന്നുള്ളതാണ്. ഒരു ഇംപ്രസ്ഡ് സിസ്റ്റം ബേസിൽ, അതായത് ആദ്യം ഒരു എമൗണ്ട് ഇവർക്ക് കൊടുക്കും, പെറ്റി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുക്കും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്നു, ആ പെറ്റി എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള വേറൊരു എമൗണ്ട്, ഫിക്സഡ് എമൗണ്ട് വീണ്ടും കൊടുക്കും. സോ ഈ ഒരു രൂപത്തിലാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പം പെറ്റി എക്സ്പെൻസസ് മാത്രമേ ഇവർ ഡീൽ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ദേ ഡു നോട്ട് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്. അപ്പോൾ ഇവർ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ ട്രാൻസാക്ഷൻസും നടത്തുകയാണെങ്കിൽ പോലും ഇവരുടെ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഹെഡ് ഓഫീസിലാണ്. അപ്പോൾ ഇവർ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഇവർ പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ ചില ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാത്രം, ലൈക്ക് ക്യാഷ് ബുക്ക്, സ്റ്റോക്ക് രജിസ്റ്റർ, സെയിൽസ് ബുക്ക്, ഡെറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഇത്തരം ബേസിക് ആയിട്ടുള്ള അക്കൗണ്ട്സ് മാത്രമേ ഇവർ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ഒരിക്കലും ഫുൾ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് പോലുള്ള
ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പോലുള്ള അത്തരം മെയിൻ അക്കൗണ്ട്സ് ഒന്നും ഇവർ പ്രിപ്പയർ ചെയ്യില്ല. അതെല്ലാം ഹെഡ് ഓഫീസാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഒരു ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. എന്തൊക്കെയാണ്? ഹെഡ് ഓഫീസിന് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് മാത്രമേ ഇവർക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ ക്യാഷിന് മാത്രമേ ഇവർക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡെയിലി കിട്ടുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഇവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ എല്ലാ മേജർ എക്സ്പെൻസസും ഹെഡ് ഓഫീസാണ് പ്രൊവൈഡ് ചെയ്യുക. പെറ്റി എക്സ്പെൻസസ് മാത്രമേ ഇവർ ഡീൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെറ്റി എക്സ്പെൻസസ് ഡീൽ ചെയ്യാനുള്ള ഒരു ഫിക്സഡ് എമൗണ്ട് എന്ന് പറയുന്നത് ഇവർക്ക് ഇംപ്രസ്ഡ് സിസ്റ്റത്തിലൂടെ ആ ഒരു ഹെഡ് ഓഫീസ് കൊടുക്കും. അതോടൊപ്പം തന്നെ ഇവർ ഒരു അക്കൗണ്ട്സും ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ള, വളരെ ചെറിയ ചെറിയ അക്കൗണ്ട്സ് മാത്രമേ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൽ എന്താണ്? അവരൊരു ബുക്സ് ഓഫ് അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ബ്രാഞ്ചാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഇവർ തന്നെയാണ് എന്ത് ചെയ്യണത്? പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ്. എന്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടെങ്കിലും അത് ഇവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. അത് ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും ബാലൻസ് ഷീറ്റ് ആണെങ്കിലും എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഇവർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം ബ്രാഞ്ചിൻ്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇവർ ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് റിസീവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവർക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ലോക്കൽ പർച്ചേസ് നടത്താനുള്ളൊരു പവറും കൂടി ഉണ്ട്. പക്ഷേ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൽ അത്തരം ഓപ്ഷൻസ് ഇല്ലായിരുന്നു. പുറത്തു നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസിന് ഇവർക്ക് പുറത്തു നിന്നും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ എക്സ്പെൻസസ്, ഇവിടെ വരുന്ന എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് തന്നെയാണ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇവരൊരിക്കലും ഡെയിലി ഹെഡ് ഓഫീസിൽ ഇവർക്ക് കിട്ടുന്ന കളക്ഷൻ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൽ നമ്മൾ കണ്ടിരുന്നു ഡെയിലി അവരുടെ എമൗണ്ട്, കളക്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് ഹെഡ് ഓഫീസിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇത്തരം ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസിൽ അത്തരം ആ ഒരു ഡെയിലി ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എല്ലാ അർത്ഥത്തിലും എന്താണ്? ഒരു ഇൻഡിപെൻഡൻ്റ് ആണ്. അല്ലെങ്കിൽ കമ്പനിയിൽ വരുന്ന ആ ഒരു ബിസിനസ്സിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഇവർ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹിയർ ഈച്ച് ബ്രാഞ്ച് മെയിൻറ്റെയിൻസ് എ ഹെഡ് ഓഫീസ് അക്കൗണ്ട് വൈൽ ദ ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻസ് എ ബ്രാഞ്ച് അക്കൗണ്ട്. അതായത് ഇവിടെ ഓരോ ബ്രാഞ്ചും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അവർ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ ബ്രാഞ്ചസും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ഹെഡ് ഓഫീസ് അക്കൗണ്ട് അവർ പ്രിപ്പയർ ചെയ്യും. അപ്പം ഓരോ ബ്രാഞ്ചിലും അവർ ഒരു ഹെഡ് ഓഫീസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതോടൊപ്പം തന്നെ ഹെഡ് ഓഫീസിൽ ഓരോ ബ്രാഞ്ചിൻ്റെയും ബ്രാഞ്ച് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും എന്നുള്ളതാണ്. അപ്പം ബ്രാഞ്ചുകൾ ഹെഡ് ഓഫീസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, ഹെഡ് ഓഫീസ് അവരുടെ ബുക്സിൽ ഓരോ ബ്രാഞ്ചിൻ്റെയും ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു സിസ്റ്റം ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ബ്രാഞ്ചാണ് ഫോറിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് പഠിക്കാനുള്ള, മെയിനായിട്ട് നമുക്ക് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസും ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെയും പ്രോബ്ലംസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫോറിൻ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് അതിൻ്റെ ബ്രാഞ്ച് ഫോറിനിലാണെങ്കിൽ, വേറൊരു കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ, സോ അത്തരം ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോറിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഒന്ന് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് ആണ്, രണ്ടാമത് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് ആണ്, മൂന്നാമത് ഫോറിൻ ബ്രാഞ്ചസ് ആണ്. ഇത്രയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും
ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന പുതിയ സബ്ജക്റ്റുകൾ, പുതിയ കാര്യങ്ങൾ, പുതിയ ടോപ്പിക്കുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.